ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരി പെരി അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ അൽഫാം റെഡിയാക്കുന്നത് ഓവണും ഗ്രില്ലും ഒന്നും ഉപയോഗിക്കാതെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഈ അൽഫാം റെഡിയാക്കുന്നത്. അപ്പോൾ ഓവണും ഗ്രില്ലൊന്നും ഇല്ലാത്തവർക്കും ഈ അൽഫാം പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ അൽഫാമിലേക്ക് വറ്റൽമുളക് തന്നെ എടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു പിടി വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഞാനിതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അരച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ അരഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടും നമ്മൾ അരച്ചെടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് ഒരു 3 സ്പൂണ് വെളുത്തുള്ളിയാണ് ആവശ്യം, തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള വറ്റൽമുളകും. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഫസ്റ്റ് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ വെള്ളമൊന്നും എടുക്കുന്നില്ല, അതിൽ നിന്ന് മുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ കാശ്മീരി മുളകൊന്നുമല്ല ഞാൻ എടുത്തിട്ടുള്ളത്, സാധാ എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി വറ്റൽമുളകും എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിതുപോലെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ മുളകൊക്കെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ 2 ലെഗ് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള ചിക്കനാണ്. ഇതുപോലെ നല്ലതുപോലെ വരഞ്ഞ് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചിക്കനിൽ വരയിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇനി നമ്മുടെ 2 ചിക്കനിലും ഇതുപോലെ വരയിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ നമ്മുടെ ആ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മൾ നല്ലതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ആ വരയിട്ട ഇതിലേക്കൊക്കെ നല്ലതുപോലെ മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ പെരി പെരി അൽഫാം റെഡിയാക്കുമ്പോൾ കുറച്ച് എരിവോട് കൂടി കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എരിവ് ഇത് കൂടുതലൊന്നുമല്ല. അപ്പം നമ്മൾ വറ്റൽമുളക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വറ്റൽമുളകാണ് ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ്. ഇപ്പം നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓവണിൽ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നവർ ഇനി ഇത് ഓവണിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇതുപോലെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കുക്കറിലെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞിട്ടാണ്
നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാതെ ഫ്രൈ പാനിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. നമ്മൾ വലിയ പീസ് ചിക്കൻ അല്ല എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഫ്രൈ ആയിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിലേക്ക് പോകാം. ഇപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ട് ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു വിസിൽ വന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ചട്ടി വെച്ചിട്ട് നമ്മുടെ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ചിക്കനിൽ കുറച്ച് വെള്ളം കണ്ടില്ലേ, നമ്മുടെ ആ ചിക്കനത്തെ വെള്ളമാണ് ആ കുക്കറിൽ കണ്ടത്. അപ്പോൾ ആ വെള്ളവും കൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാതെ വെറും ചട്ടിയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഇത് വെന്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം പിടിക്കും. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് തീയൊരു മേടിയത്തിലിട്ടിട്ട് നമുക്ക് ആ വെള്ളം ഇതിലങ്ങ് വറ്റിച്ചെടുക്കാം. ഇതുപോലെ അടച്ച് വെച്ചിട്ട് ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമ്മുടെ ചിക്കന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എങ്കിലേ രണ്ട് ഭാഗം ഒരുപോലെ നല്ലതുപോലെ മുരിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഗ്രില്ലും ഓവണും ഒന്നും ഇല്ലാത്തവർക്കും ഇത് സിമ്പിളായ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ വെള്ളത്തിൽ നിന്ന് മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാം. നമ്മൾ ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെയാണത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ കൽക്കരി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണലുണ്ടാക്കുകയാണ്. അപ്പോൾ ഗ്യാസിൽ ഇതുപോലെ കൽക്കരി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കരി ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കും, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കണൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അടപ്പിനുള്ള ആ ഹോളൊന്ന് ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ആ ചിക്കന് നല്ലതുപോലെ സ്മോക്കി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ അൽഫാമിൻ്റെ ആ ടേസ്റ്റ് മുഴുവനായിട്ടും കിട്ടും. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.